ഒന്നാം പ്രതി ശരത് ലാൽ മാർക്സിസ്റ്റുകാർ വെട്ടിക്കൊന്നു, അടിച്ചു കൊന്നു എന്ന് പറയുന്ന ഒരാളാണ് ഈ ശരത് ലാൽ. 9ാമത്തെ പ്രതി കൃപേഷ്. ഇവരാണ് മരിക്കാനിടയായത്. മാർക്സിസ്റ്റ് പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതി. ഇതിന് ശേഷമാണ് മറ്റേ സംഭവം. പീതാംബരൻ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകനെ വീട്ടിൽ കയറി ആക്രമിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് ഇവരായിരുന്നു, ഇവരുൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ. പീതാംബരന്റെ അമ്മയെ ഉടുവസ്ത്രം അഴിപ്പിച്ച് വീട്ടിന് ചുറ്റും ഓടിച്ചു. പരിക്കേറ്റ് നിസ്സഹായനായ പീതാംബരൻ ഇത് നോക്കി നിന്നു, വേറൊന്നും ചെയ്യാം. ആശുപത്രിയിൽ പോയി തിരിച്ചു വന്ന പീതാംബരനെ ടൗണിലിട്ട് വീണ്ടും ആക്രമിച്ചു. ആ സംഭവത്തെ തുടർന്നുണ്ടായ ഒരു സംഭവമാണ് ഇവരുടെ മരണത്തിലെത്തിയത്. ഏതെങ്കിലും പത്രം വസ്തുതകൾ എഴുതുന്നുണ്ടോ, സത്യം എഴുതുന്നുണ്ടോ? പെരിയ എന്ന സ്ഥലത്ത് കാസർഗോഡ് 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു 3-4 കൊല്ലം മുമ്പ്. ആ കേസ് ശിക്ഷിച്ചു. അതിലെ പ്രതികളായ ആളുകൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റ് ചില ശിക്ഷകളൊക്കെ കൊടുത്തു. കൊലപാതകം ഏത് സാഹചര്യത്തിലായാലും ആരുടെ പേരിലായാലും നടത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. മനുഷ്യർ വെറുതെ വെട്ടിക്കൊല്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ CPIM-നെ ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഞങ്ങളിങ്ങനെ മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ നടക്കുന്നവരാണോ? എത്ര പേരെയാണ് ഞങ്ങളുടെ പാർട്ടിക്കാരെ വെട്ടിക്കൊന്നത് ഈ കേരളത്തിൽ? ആ കാസർഗോഡ് ജില്ലയിലാണ് 5 പേരെ 1987 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ചീമേനിയിൽ പാർട്ടി ഓഫീസിലിരുന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 4-5 പ്രവർത്തകന്മാർ. വാതില് പുറത്തു നിന്ന് പൂട്ടിയിട്ട് ഉള്ളിലേക്ക് വൈക്കോല് വലിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി 5 എണ്ണത്തിനെ ചുട്ടുകൊന്ന് കോൺഗ്രസ്സുകാർ. എന്നിട്ട് അവരാണ് മാറി നിന്ന് പെരിയയിലെ 2 പേരെ കൊന്നു. ആ 2 പേരുടെ കഥ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആരാണ് ഈ മരിച്ചവരെന്ന് പറയാൻ. കേരള മുഖ്യമന്ത്രിയോട്, ആഭ്യന്തര മന്ത്രിയോട് 6/2/2019 കെ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന MLA, ഇപ്പോൾ ഇത് കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ്. അയാൾ ചോദിച്ചൊരു ചോദ്യമാണ്, നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ചോദ്യ ഉത്തരവാണ്. ഇത് രേഖയാണ്, ആർക്കും കിട്ടും. നിങ്ങൾക്ക് ആർക്കും വേണമെന്ന് ചോദിക്കാം, മനസ്സിലാക്കാം. ചോദ്യം നമ്പർ 1998, 14ാം കേരള നിയമസഭ 14ാം സമ്മേളനം. ചോദ്യം 1A, കാസർഗോഡ് ജില്ലയിലെ കാര്യാട്ട് CPIM പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? B, ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തുള്ളത്? ഇതാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഈ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവിടെ CPIM പ്രവർത്തകരെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ബേക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ സോ ആൻഡ് സോ ആയി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ താഴെ പറയുന്ന 10 പ്രതികളുണ്ട്. 1ാം പ്രതി ശരത് ലാൽ. അവിടെ മാർക്സിസ്റ്റുകാർ വെട്ടിക്കൊന്നു, അടിച്ചു കൊന്നു എന്ന് പറയുന്ന ആ സംഭവത്തിൽപ്പെട്ട മരണപ്പെട്ടവരിൽ ഒരാളാണ് ഈ ശരത് ലാൽ. 9ാമത്തെ പ്രതി കൃപേഷ്. അനൂപ്, വിവേക്, ശ്രീരാജ്, ശ്രീകുമാർ, ജനാർദ്ദൻ, പ്രശാന്ത് നമ്പ്യാർ. 9 രൂപി. കൃപേഷ് മരിച്ച 2ാമത്തെ ആളാണ് ഈ കൃപേഷ്. ഇവരാണ് മരിക്കാനിടയായത്. മാർക്സിസ്റ്റ് പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതി. ഇതിന് ശേഷമാണ് മറ്റേ സംഭവം. പീതാംബരൻ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകനെ വീട്ടിൽ കയറി ആക്രമിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് ഇവരായിരുന്നു, ഇവരുൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ. പീതാംബരന്റെ അമ്മയെ ഉടുവസ്ത്രം അഴിപ്പിച്ച് വീട്ടിന് ചുറ്റും ഓടിച്ചു. പരിക്കേറ്റ് നിസ്സഹായനായ പീതാംബരൻ ഇത് നോക്കി നിന്നു, വേറൊന്നും ചെയ്യാം. ആശുപത്രിയിൽ പോയി തിരിച്ചു വന്ന പീതാംബരനെ ടൗണിലിട്ട് വീണ്ടും ആക്രമിച്ചു. ആ സംഭവത്തെ തുടർന്നുണ്ടായ ഒരു സംഭവമാണ് ഇവരുടെ മരണത്തിലെത്തിയത്. ഏതെങ്കിലും പത്രം വസ്തുതകൾ എഴുതുന്നുണ്ടോ, സത്യം എഴുതുന്നുണ്ടോ? ഇവിടെ വെള്ളരിപ്രാവുകളായി കമ്മ്യൂണിസ്റ്റുകാരെന്നാൽ അക്രമികളും കൊലപാതകികളുമാണെന്ന് വിളിച്ചു കൂവുന്ന ആളുകൾ ഞങ്ങൾ ആക്രമിക്കപ്പെട്ട എത്രയോ പ്രവർത്തകർ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന പ്രസ്ഥാനമാണെന്ന സത്യം മറക്കുകയാണ്, അല്ലെങ്കിൽ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഈ നാട്ടിലെ പത്രങ്ങൾ അതിനെ മറച്ചു വെക്കുകയാണ്. ധീരജ് എന്ന് പറയുന്ന SFI നേതാവിനെ ഇടുക്കി ജില്ലയിൽ കോളേജ് ക്യാമ്പസിലിട്ട് കുത്തിക്കൊന്നത്, അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിന്റെ ഗേറ്റിന്റെ മുമ്പിലിട്ട് കുത്തിക്കൊന്നത്, എത്ര പ്രവർത്തകർ. ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? ഇതിലൊക്കെ ഇരകളായവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. എന്നാലും ഞങ്ങൾ മനുഷ്യരെ കൊല്ലാൻ പോകാറില്ല. ഈ നുണപ്രചരണമൊക്കെ നടത്തുന്നത്, മാധ്യമങ്ങൾ നടത്തുന്നത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ്. വർഗീയതക്കെതിരായി പോരാടാൻ ഇടതുപക്ഷം, മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളെ ആസ്പദമാക്കി സമരം നടത്താൻ ഇടതുപക്ഷം, കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി സമരം ചെയ്യാൻ ഇടതുപക്ഷം. ഇതിലൊന്നും കോൺഗ്രസിനും ലീഗിനും ഒരു പങ്കുമില്ല. എല്ലാ കാര്യത്തിലും ഇടതുപക്ഷം. മനുഷ്യരുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഇടതുപക്ഷം ഉണ്ടാവും. താനൂർ നിയോജക മണ്ഡലം നിങ്ങൾക്കറിയാലോ. താനൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടി. നിങ്ങൾ വിജയിപ്പിച്ച അബ്ദുറഹിമാൻ കേരള മന്ത്രിസഭയിൽ അംഗമായി.
മന്ത്രിസഭയിൽ അംഗമായ അബ്ദുറഹിമാൻ ജയിക്കുന്നതിന് മുമ്പ് താനൂരിൽ നിന്ന് സ്ഥിരമായി ജയിച്ചു പോകാറുണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ MLA-മാരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, സാമ്യമുണ്ടോ? അന്ന് ജയിച്ചു പോയാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിനല്ലേ ആ മഹാന്മാർ ഇവിടേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അബ്ദുറഹിമാന്റെ സാന്നിധ്യമില്ലാത്ത എന്തെങ്കിലും ഒരു ചെറിയ പരിപാടിയെങ്കിലും ഈ മണ്ഡലത്തിലുണ്ടോ? അത്രമാത്രം നിങ്ങൾക്കിടെ സാമീപ്യത്തിൽ നിങ്ങളുടെ അടുത്ത് കിട്ടുന്നില്ലേ? ആ പ്രസ്ഥാനത്തെയാണ് ഈ ആക്രമിച്ച് കൊലപ്പെടുത്തി കൊലയാളികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി അത്രയും മോശപ്പെട്ട കൊലയാളികളോ അക്രമികളാണോ? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സാധാരണ കേരളത്തിന്റെ ഒരു രീതി, ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ ഗവൺമെന്റിനെതിരായ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ വരിക, തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വരുമ്പോൾ. എന്നാൽ ആ പതിവിൽ നിന്ന് വ്യത്യസ്തമായി 2021 തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റിനെതിരെ ആ സമയം മുതൽ തന്നെ UDFന്റെ സമരം തുടങ്ങി, വിവിധ തരത്തിലുള്ള പ്രചാരവേലകൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തുടർച്ചയായ സമരങ്ങളാണ്. സമരത്തിൽ ജനങ്ങളില്ലെങ്കിലും അവരെ സഹായിക്കാൻ മാധ്യമങ്ങളുടെ വലിയ സംഘമുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും, ഏത് രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാലും അതൊന്നും ആ മാധ്യമങ്ങൾ വേണ്ട നിലയിൽ പ്രസിദ്ധീകരിക്കില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമ്മേളനമായതുകൊണ്ട് ഒരു വലിയ മാധ്യമ പട ഇവിടെ ഉണ്ടായിരുന്നു, ക്യാമറയും റിപ്പോർട്ടർമാരും എല്ലാവരും. ആരുടെയെങ്കിലും പ്രസംഗത്തിൽ ഒരു നാക്കുപഴ വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നോക്കാനാണ് അവർ വന്നിരുന്നത്, അല്ലാതെ നമ്മുടെ പരിപാടി ജനങ്ങളെ കാണിക്കാനല്ല. ഒരു വാക്ക് പഴിച്ചു പോയാൽ അതിനെ പർവ്വതീകരിച്ച് വ്യാഖ്യാനിക്കുക, അതിനാണ് അവർ വരുന്നത്, ഒരിക്കലും നമ്മളെ സഹായിക്കാനല്ല. അതുകൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും UDFും ഒന്ന് മിണ്ടിയാൽ, നേതാക്കന്മാർ ചെറിയ നിലയിൽ ഒന്ന് പ്രസംഗിച്ചാൽ, ഒരു ചെറിയ പരിപാടി നടത്തിയാൽ അത് കേരളം മുഴുവൻ പ്രചരിപ്പിക്കാൻ ഈ മാധ്യമങ്ങൾ റെഡിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? ഒന്നാമത്തെ കാര്യം, കേരളത്തിൻ്റെ ഒരു പതിവ്, ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ ഗവൺമെൻറ് വരിക, അടുത്ത തെരഞ്ഞെടുപ്പും അവർ തോൽക്കുക, മറ്റേവർ വരിക, UDF LDF ഇങ്ങനെ മാറി മാറി വരിക. ഇതാണ് കേരളത്തിൻ്റെ ഒരു രീതി. 57 EMS ഗവൺമെൻറ്, 60 കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്, പിന്നെ 67 EMSന്റെ ഐക്യമുന്നണി ഗവൺമെൻറ് വരുന്നത്. അത് 69 പൊളിഞ്ഞു, 70 കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പതിവ്. ആ പതിവ് 2021 കേരളം തെറ്റിച്ചു. പിണറായി നേതൃത്വം നൽകുന്ന LDFന് തുടർച്ചയായി ഭരിക്കാൻ ജനങ്ങൾ അനുമതി കൊടുത്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം LDF ദയനീയമായി തോറ്റു. ഒരു സീറ്റ് മാത്രം ജയിച്ച്, 19 ജയിച്ചത് UDF ആയിരുന്നു. ആലപ്പുഴയിൽ ആരിഫാണ് അന്ന് ജയിച്ചത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21 LDF വൻ വിജയം നേടി. ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നതും ഒരേ രീതിയിലല്ല. ഇപ്പോൾ പ്രകടനവും സമ്മേളനവും ഒക്കെ നടത്തുന്ന ലീഗുകാർക്ക് എന്തോ ഒരു പുതിയ വിരളി പിടിച്ചതുപോലെ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കണ്ട് മതിമറന്ന് എന്തോ വലിയ സ്വപ്നത്തിലാണ്. 19 പോലെ തന്നെ 24 സംഭവിച്ച്. ഒരു സീറ്റിൽ LDF ജയിച്ചു, 19 ജയിച്ചു. UDFന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 ഒരു സീറ്റ് കുറഞ്ഞു. തൃശ്ശൂരിൽ അവർ ജയിച്ചതായിരുന്നു, അവിടെ BJP ജയിച്ചു. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് വെറുപ്പുള്ളതുകൊണ്ടല്ല അവർ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലരും. ചില ആളുകൾ LDFന് വോട്ട് ചെയ്യുന്നവർ തന്നെ UDFന് വോട്ട് ചെയ്തു. ഒന്നാമത്തെ കാര്യം, മോദി ഭരണത്തോടുള്ള പേടി, ഭയപ്പാട്. അവരുടെ ജനവിരുദ്ധ നയങ്ങൾ മാത്രമല്ല, കടുത്ത വർഗീയത, മതനിരപേക്ഷത തകർക്കൽ, ഭരണഘടനയെ തന്നെ ഭേദഗതി ചെയ്ത് വികൃതമാക്കാനാണ് ഇപ്പം മോദിയുടെ ശ്രമം, RSSന്റെ ശ്രമം. 1925 RSS ജന്മം കൊണ്ടത്. 2025 അവരെ 100ാം വാർഷിക. ആ 100ാം വാർഷികത്തിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനെയാണ് പ്ലാൻ ചെയ്തു വന്നത്. മതനിരപേക്ഷത എന്നത് ഒഴിവാക്കുക, ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റുക, മതരാഷ്ട്രമാക്കുക. അപ്പോൾ RSS പറഞ്ഞതുപോലെയാവും, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ മറ്റു പൗരന്മാരെ പോലെ അവകാശമില്ല, വേണേ അവിടെ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയും പോയിക്കോ എന്ന് പറയുന്ന ആ സംഗതി നടപ്പാക്കാൻ പറ്റും. കേരളം പോലെയാണോ മറ്റ് സംസ്ഥാനങ്ങൾ? ഏതെങ്കിലും സാധുക്കൾ ഒരു പശുവിനെ അങ്ങാടിയിൽ നിന്ന് വാങ്ങി പോറ്റാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ച് വഴിയിൽ വെച്ച് അടിച്ചു കൊല്ലുക വ്യാപകമായി നടക്കുക. അവിടെയൊക്കെ കോൺഗ്രസ് ഇല്ലേ?
അവരാരെങ്കിലും ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു നിയമത്തെക്കുറിച്ച്, വർഷിപ്പ് പ്ലേസസ് പ്രൊട്ടക്ഷൻ ആക്ട് 1991. ആ നിയമത്തിന്റെ പേര് ആരാധനാലയ സ്ഥല സംരക്ഷണ നിയമം. നരസിംഹറാവു ഗവൺമെന്റാണ് പാസ്സാക്കിയത് കേട്ടോ, കോൺഗ്രസ്. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ബാബരി മസ്ജിദ് തകർക്കാൻ കൂട്ടുനിന്ന ആ റാവു ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിലാണ്. ആ നിയമത്തിൽ പറഞ്ഞത് ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ, പള്ളി, ക്ഷേത്രം, ചർച്ചുകൾ, ഗുരുദ്വാരകൾ ഏതായാലും 1947 ആഗസ്റ്റ് 15 ആരുടെ കൈവശത്തിലാണോ അതുപോലെ തുടരേണ്ടതാണ്. അതിന്മേൽ മറ്റാരും അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. ആ നിയമത്തിൽ നിന്ന് ബാബറി മസ്ജിദിനെ ഒഴിവാക്കി നിർത്തിയിരുന്നു. പള്ളി പൊളിക്കുന്നതിന് മുമ്പ് ആ നിയമം വന്നത്, 91 ഈ നിയമം വന്നത്. എന്താ കാരണം? അതിന് ഗവൺമെന്റ് പറഞ്ഞ കാരണം ഈ തർക്കം നേരത്തെ ഉണ്ടായതാണ്, അതുകൊണ്ട് ആ നിയമത്തിന്റെ പരിധിയിൽ അത് വരണ്ട എന്ന് പറഞ്ഞു. കോടതിയിലാണല്ലോ കേസ് എന്നൊക്കെ പറഞ്ഞു. ആ നിയമം നിലനിൽക്കുമ്പോൾ ഉത്തർപ്രദേശിലെ സംഭാൽ എന്ന സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളിക്കടിയിൽ പഴയ ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്, ബിംബങ്ങളുണ്ട് എന്ന് ഒരു കേസ് കൊടുത്തപ്പോൾ അതിന്റെ തറ മാന്തി പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടു. ഒരു മുനിസിപ്പൽ കോടതി ഉത്തർപ്രദേശിൽ. അത് ചോദ്യം ചെയ്ത, ഇത് കിളയ്ക്കാൻ വന്നവരെ ചോദ്യം ചെയ്ത മുസ്ലിങ്ങളെ വെടിവെച്ചു കൊന്നു 5 എണ്ണത്തിന് ആ ദിവസം, ഒറ്റ ദിവസം. അവരുടെ പേരിൽ കേസെടുത്തു. ആ സ്ഥലം സന്ദർശിക്കാൻ പോയ പ്രതിപക്ഷത്തുള്ള ഒരൊറ്റ നേതാവിനെ UP-യിലേക്ക് കടത്തിയില്ല ഇന്ത്യ ഗവൺമെന്റ്. ഇതാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ്. ആസാമിലൊരു മുഖ്യമന്ത്രിയുണ്ട്, പഴയ കോൺഗ്രസ് നേതാവാ. ആ സംസ്ഥാനത്ത് ഹോട്ടലുകളിൽ പശുവിറച്ചി വേവിക്കാൻ പാടില്ല, ഉത്തരവിറക്കിയിരിക്കുന്നു. വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ റോഡുകളിൽ കച്ചവടക്കാർ ആ സ്ഥാപനത്തിന് മുമ്പിൽ സ്ഥാപനത്തിന്റെ ഉടമയുടെ പേരെഴുതി ബോർഡ് വെക്കണമെന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു. അതേപോലെ ഒരു ഉത്തരവ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റ് ഇറക്കി. പിന്നെ കോൺഗ്രസിന് തലവേദനയായപ്പോൾ അത് നല്ല മാറ്റാൻ പറഞ്ഞു, വലിയ വിമർശനം വന്നപ്പോൾ. ഈ വിധത്തിലാണ് പെരുമാറുന്നത്. മണിപ്പൂരിലെ കാര്യം കൂടെ പറഞ്ഞില്ലേ, എത്രയായിരം മനുഷ്യരെ കൊന്ന് മതത്തിന്റെ പേരിൽ വർഗീയത. 2 ഗോത്ര വിഭാഗക്കാരാ. കുക്കി എന്ന ഒരു വിഭാഗം ജനങ്ങൾ, ഗോത്രവർഗ. മെയ്ത്തി എന്ന് പറയുന്ന വേറൊരു വിഭാഗം ജനങ്ങൾ. ഇവർ തമ്മിൽ കലാപ. 1 വർഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ കാലെടുത്ത് വെച്ചിട്ടില്ല, സന്ദർശനം നടത്തിയിട്ടില്ല, ഒന്ന് പോയി നോക്കിയിട്ടില്ല. ഇന്ത്യക്കാരല്ലേ അവര്? ഇതാണ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ സ്വഭാവം. അതിൽ ഭയമുണ്ട് ജനങ്ങൾക്ക്. അപ്പോഴാണല്ലോ പാർലമെന്റിൽ വീണ്ടും 400 സീറ്റാണ് ഇത്തവണ എന്ന മുദ്രാവാക്യവുമായി മോദി വരുന്നത്. അപ്പൊ ആർക്കാണ് മോദിക്ക് ബദലാവാൻ കഴിയുക എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കുമ്പോൾ, കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിൽ ഇടതുപക്ഷമുണ്ട്. ഇന്ത്യ രാജ്യം മൊത്തത്തിലെടുത്താൽ അത്രയും ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലല്ലോ. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ എന്ന പേരിൽ ഒരു ഏകോപനമുണ്ടാക്കി. മുന്നണിയൊന്നുമല്ല, ഒരു ബ്ലോക്ക്. ഇടതുപക്ഷം അതിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി വന്നപ്പോൾ കോൺഗ്രസിന് കുറച്ച് സീറ്റുകൾ ഉണ്ടായാൽ BJP-യെ ഒന്ന് മാറ്റി നിർത്താനോ അവരെ ചോദ്യം ചെയ്യാനോ കഴിയുന്ന ഒരു സ്ഥിതി പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് ജനങ്ങൾ ധരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്ത്. അല്ലാതെ ഇടതുപക്ഷത്തോടുള്ള വിരോധം കൊണ്ടോ CPIM-നോടുള്ള വെറുപ്പ് കൊണ്ടോ നമ്മുടെ സ്ഥാനാർത്ഥികൾ മോശക്കാരായതുകൊണ്ടോ അല്ല. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളല്ലേ. എനിക്കറിയാം ആ നാട്ടിൽ വോട്ട് ചെയ്ത ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന്. അവർ വോട്ടിങ്ങിന് ശേഷം എന്നോട് സംസാരിച്ചു. പക്ഷേ ഇത് തന്നെ 2019 സംഭവിച്ചത്. നമ്മുടെ സ്ഥാനാർത്ഥികളും വല്ല മോശക്കാരായതുകൊണ്ടാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച ധനകാര്യമന്ത്രിമാരിൽ ഒരാളായ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ധനശാസ്ത്രജ്ഞനാണ് ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തെക്കാൾ മികച്ചവനാണോ പത്തനംതിട്ട എന്ന് ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി? രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കാസർഗോഡ് ജയിച്ച ജനപ്രതിനിധിയുടെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പറ്റുമോ ഈ പൊതുയോഗത്തിൽ? ആളെ നോക്കിയിട്ടല്ല, ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വോട്ട് ചെയ്തു പോയതാണ്. 19 സംഭവിച്ചു, 24 സംഭവിച്ചു. അത് കഴിഞ്ഞിനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതിനു മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണെന്ന് UDF-ന് നേരിട്ട് മനസ്സിലാവാൻ പോവുക. അപ്പോഴങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഇപ്പം അവരൊരു വല്ലാത്ത ആവേശത്തിൽ ലീഗിന് എങ്ങനെയെങ്കിലും ഒന്ന് അധികാരം കിട്ടണം. അധികാരത്തിൽ നിന്ന് 10 വർഷം പുറത്തിറങ്ങി നിൽക്കുമ്പോഴേക്ക് ചില ആളുകളൊന്ന് മെലിഞ്ഞിട്ടുണ്ട്. ചില ആളുകളുടെ മുഖത്തിന്റെ സൗന്ദര്യമൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് വല്ലാത്ത വെപ്രാളം. അതുകൊണ്ടോ ആരുമായും കൂട്ടുകൂടാ. BJP-യുമായി കൂട്ടുകൂടാൻ മടിക്കാത്തവരല്ലേ അവര്. മാധവൻകുട്ടി എന്ന RSS-കാരനെ ബേപ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി പിന്തുണ കൊടുത്തില്ലേ? അന്ന് ഹംസാക്കയാണ് എതിർത്ത് മത്സരിച്ചിരുന്നത്. ഹംസാക്ക ജയിച്ചു.
രത്നസിംഗ് എന്ന് പറയുന്ന വക്കീൽ BJPയുടെ പ്രതിനിധിയായി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചില്ലേ? UDF ഇതിനോടത്ത് 1991 ആരുമായി കൂട്ടുപെടാൻ ഒരു മടിയില്ലാത്തവരവർ. ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ തീവ്രവാദ സംഘടനകളുമായി കൂട്ടുകൂടുകയാണ്. SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഞങ്ങൾ എതിർക്കുമ്പോൾ അത് മുസ്ലിങ്ങൾ എതിർക്കലാണ് എന്ന മട്ടിൽ ചില ആളുകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കേരളത്തിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധികളല്ല. കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ 1% പിന്തുണ പോലും അവർക്കില്ല. 1% പിന്തുണ പോലും ഇല്ല. നമ്മൾ ആ തീവ്രവാദികളെയാണ് എതിർക്കുന്നത്. എന്താണ് മുസ്ലിം ലീഗിന് ഈ കാര്യത്തിലുള്ള നിലപാട്? എന്തിനാണ് സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലീഗ് ശ്രമിക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള സുപ്രഭാതം ദിനപത്രവും കാന്തപുരം വിഭാഗത്തിന്റെ സിറാജ് എന്ന ദിനപത്രവും കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് തുറന്നെതിർത്തുകൊണ്ടിരിക്കുക. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണോ എതിർക്കുന്നത്? അവരുടെ ഇസ്ലാം എന്താണെന്ന് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിലെ പണ്ഡിതന്മാർ ലേഖനങ്ങൾ എഴുതുക. അവർ പരസ്യമായി രംഗത്ത് വരികയാണ്. ഇത് മുസ്ലിങ്ങളെ ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. 1940കളിൽ 40-50 കാലത്ത് അന്ന് സോവിയറ്റ് യൂണിയൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന കാല ലോകത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന സോഷ്യലിസ്റ്റ് രാജ്യം ലെനിന്റെ നേതൃത്വത്തിൽ 2ാം ലോകമഹായുദ്ധം അവസാനിച്ച് 45 കഴിയുമ്പോൾ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ കുറേ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുണ്ടായി. തൊട്ടടുത്ത് ചൈന, പിന്നെ ക്യൂബ, വിയറ്റ്നാം, കൊറിയ, യൂറോപ്പിലാണെങ്കിൽ 1 ഡസനോളം രാജ്യങ്ങൾ. ലോകത്തൊരു മഹാശക്തിയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു. അതിനെ തകർക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക ശക്തികളായ സാമ്രാജ്യത്വ ശക്തികൾ, യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങൾ, അമേരിക്ക മറ്റൊരു സമ്പന്ന രാജ്യം, ഇവരൊക്കെ എങ്ങനെയാ സമ്പന്നന്മാരായത് നിങ്ങൾക്കറിയോ? നമ്മുടേതുപോലുള്ള രാജ്യങ്ങളെ കൊള്ളയടിച്ച് നൂറ്റാണ്ടുകൾ നമ്മൾ അടിമകളാക്കി വെച്ച് ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കവർ ചെയ്ത് കൊണ്ടുപോയിട്ട് അവർ സമ്പന്നന്മാരായത്. അല്ലാതെ നമ്മൾ മോശക്കാർ അവർ മിടുക്കന്മാരായതുകൊണ്ടൊന്നുമല്ല, നമ്മൾ കറുത്തവർ ഒരു വെളുത്തവരായതുകൊണ്ടുമല്ല. ഇന്ത്യയിൽ നിന്ന് എത്ര ലക്ഷം കോടി ഉറുപ്പിയുടെ സമ്പത്താണ് ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയത്? ലോകം മുഴുവൻ അവരുടെ കീഴിലായിരുന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ, 2 മഹാവൻകരകൾ, പോർച്ചുഗീസുകാരനും ഫ്രഞ്ചുകാരനും ബ്രിട്ടീഷുകാരനും ലോകം മുഴുവൻ കീഴടക്കി ലോകത്തെ മുഴുവൻ സമ്പത്ത് കൊണ്ടുപോയിട്ട് അവർ വലിയ പണക്കാരായത്. ആ പണശക്തി ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അതിനുവേണ്ടി വലിയ തോതിൽ സമ്പത്തൊഴുക്കി. അതിലവർ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെ കമ്മ്യൂണിസത്തിനെതിരായി തിരിച്ചുവിടുക എന്നത്. അന്ന് ഇന്തോനേഷ്യയിൽ ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കന്മാർ, മുസഫർ അഹമ്മദിനെ പോലുള്ള ആളുകൾ. ഈജിപ്തിലും ഇറാഖിലും ഇറാനിലും വടക്കൻ ആഫ്രിക്കയിലെ സുഡാൻ പോലുള്ള രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രസ്ഥാനമായിരുന്നു. അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെ. ഇതിനെ തകർക്കാൻ വേണ്ടി അമേരിക്കയുടെ ബുദ്ധിരാക്ഷസന്മാർ അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദം സംഘടിപ്പിക്കുക. പുരോഗമന ലിബറൽ ആശയങ്ങളുമായി വന്ന മുസ്ലിം നേതാക്കന്മാർ മുഴുവൻ ഇസ്ലാമിക വിരുദ്ധരാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു പറ്റം ആളുകളെ കണ്ടുപിടിച്ചു ആ രാജ്യങ്ങളിൽ. യാഥാസ്ഥിതിക നിലപാടെടുക്കുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മൗലാന അബുൽ അല മൗദൂദി. മറ്റൊരു പ്രമുഖനാണ് ഹസനുൽ ബന്ന. അബ്ദുൽ വഹാബ് വേറൊരാൾ. ഹസനുൽ ബന്നയുടെ പ്രസ്ഥാനമാണ് മുസ്ലിം ബ്രദർഹുഡ്, ഇഖ്വാനുൽ മുസ്ലിമീൻ. മൗദൂദിയുടെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. എന്താ അവർ പറഞ്ഞത്? ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വ്യതിചലിച്ചു പോകുന്നു, അതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്ന പേരിലൊക്കെയാണ് ഈ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത്. ഇതിനാണ് അമേരിക്ക പണം കൊടുത്ത്, അമേരിക്ക സഹായിച്ച്. ഹസനുൽ ബന്നയുടെ മകനെ വാഷിംഗ്ടൺ നഗരത്തിൽ വൈറ്റ് ഹൗസിൽ കൊണ്ടുപോയി ചർച്ച നടത്തി അമേരിക്കൻ ഭരണാധികാരികൾ. കമ്മ്യൂണിസത്തിനെതിരെ തിരിച്ചുവിട്ടു. ഇറാഖിൽ സദ്ദാം ഹുസൈനെ വകവരുത്തി. പലസ്തീൻ എന്തായി? ഈജിപ്തിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു അബ്ദുൽ നാസറിനെ തുരത്തി. ഈ നിലയിൽ ലോകത്താകെ പുരോഗമന ശക്തികളെ തകർക്കാൻ, ഇടതുപക്ഷത്തെ തകർക്കാൻ, സോഷ്യലിസത്തെ തകർക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം ആവിഷ്കരിച്ച നിഗൂഢ പദ്ധതിയിലെ കണ്ണികളാണ് ഈ തീവ്രവാദികൾ.
അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാലോ, ഞാൻ കൂടി പറയുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ ഡോക്ടർ നജീബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് വന്നു. അതിനെ തകർക്കാൻ വേണ്ടിയാണ് തീവ്രവാദികളെ അമേരിക്ക പ്രോത്സാഹിപ്പിച്ചത്. ആ തീവ്രവാദികളുടെ പേരാണ് താലിബാൻ. താലിബാൻ എന്ന അഫ്ഗാനിസ്ഥാനിലെ പ്രാദേശിക ഭാഷ പഷ്തൂൺ എന്നൊരു ഭാഷയാണ്. പഷ്തൂൺ ഭാഷയിൽ താലിബാൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ്. ഇവരെങ്ങനെ വിദ്യാർത്ഥിയായത്? സോവിയറ്റ് യൂണിയന്റെ പട്ടാളത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരവിടുന്ന് ഓടി പാകിസ്ഥാനിലെത്തി. പാകിസ്ഥാനിൽ അവർക്ക് ആയുധ പരിശീലനം കൊടുക്കുന്ന ഒരുപാട് ക്യാമ്പുകൾ ഉണ്ടാക്കി. താലിബാൻ എന്ന സൈന്യം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. പരിശീലനം കൊടുക്കാൻ അമേരിക്കൻ പട്ടാള മേധാവികൾ പണം അമേരിക്ക കൊടുക്കും. ആ ക്യാമ്പുകളിൽ പരിശീലനത്തിന് പോയവരെ വിദ്യാർത്ഥികൾ എന്ന് വിളിച്ചു. അങ്ങനെയാണ് താലിബാൻ എന്ന വാക്കുണ്ടായത്. താലിബാൻ അങ്ങനെ വന്നത്. ആ ക്യാമ്പിൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ സന്ദർശനം നടത്തി. എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ രൂപം കൊള്ളുന്നത് എന്നുള്ളത് സൂക്ഷ്മമായി പഠിച്ചാൽ മാത്രമേ ഇതിന്റെ ആപത്ത് നിങ്ങൾക്ക് മനസ്സിലാവൂ. അതിന്റെ ബാക്കി പത്രങ്ങളാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ജമ്മു ആൻഡ് കാശ്മീരിൽ CPIM-ന്റെ ഒരു നേതാവുണ്ട്, നിങ്ങൾക്കൊക്കെ പേര് കേട്ടാൽ അറിയാം. മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കുൽഗാം എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ 4ാം തവണയാണ് ഇത്തവണ അദ്ദേഹം ജയിച്ചത്. ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്നു എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമിയുടെയാണ്. അവർക്ക് പിന്തുണ കൊടുത്താരാന്നറിയോ? BJP-യുടെ പിന്തുണയോടെ കമ്മ്യൂണിസ്റ്റുകാരനായ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊടുത്തു. ഇവരാണോ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ നടക്കുന്നത്? ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ വോട്ട് ചെയ്യാൻ പോവുകയോ ചെയ്യാറില്ല. കാരണം ഇത് ഇസ്ലാമിക ഭരണമല്ലാത്തതുകൊണ്ട് ഇസ്ലാമിക ഭരണത്തിൽ മാത്രമേ നമ്മൾ പങ്കാളികളാവാൻ പാടുള്ളൂ എന്നായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് മാറി ഇപ്പോൾ അവരെവിടെ എത്തി? വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. മുമ്പില്ലാത്ത ഒരു നിലപാടിലേക്ക് അവർ വന്നു. ഇസ്ലാമിക ഭരണത്തിൽ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ എന്നവരുടെ അമീറുകൾ, അവരുടെ പണ്ഡിതന്മാർ അണികളെ ഉത്ബോധനം ചെയ്തിരുന്നു. അതിൽ നിന്ന് അവർ മാറി. ഇപ്പൊ അവര് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി. യുവജന സംഘടന ഉണ്ടാക്കി, സോളിഡാരിറ്റി. പരിസ്ഥിതി പ്രശ്നങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ ആ സമര കേന്ദ്രത്തിലൊക്കെ അവരും സമരത്തിന് പോവുക. പ്ലാച്ചിമട സമരം, അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ സമരം, സാധാരണ ജനങ്ങളെപ്പോലെ. ആ ജമാഅത്തിന്റെ നേതൃത്വം ഉണ്ടായ വിദ്യാർത്ഥി സംഘടനയായിരുന്നു സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, SIMI. അവർ പല തീവ്രവാദ കേസുകളിലും കൊലപാതകങ്ങളിലും കുടുങ്ങി. ഇന്ത്യ ഗവൺമെന്റ് അവരെ നിരോധിച്ചു, സിമിയെ. അപ്പോൾ SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ്, ഇസ്ലാമിക് ഓർഗനൈസേഷൻ, പുതിയ സംഘടന ഉണ്ടാക്കി. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ, സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ, SIO-യുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വിവിധ തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങൾ. തിരിച്ചറിയാൻ പറ്റില്ല. ജനങ്ങളെ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തെ നമ്മൾ എങ്ങനെ എതിർക്കും പരസ്യമായിട്ട്? അതിലൂടെ ജനങ്ങളുമായി ബന്ധപ്പെടുക. സമൂഹത്തിൽ അവർ എണ്ണം കുറവാ. അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് കേരളത്തിൽ മഹാഭൂരിപക്ഷം. അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനുണ്ടായിരുന്നു സൗദി അറേബ്യയിലെ രാജവംശം ഇസ്ലാമിക വിരുദ്ധമാണെന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ടുവന്ന സലഫി മൂവ്മെന്റിന്റെ നേതാവാണ് അബ്ദുൽ വഹാബ്. അതാണ് വഹാബികൾ എന്ന് മുജാഹിദ് വിഭാഗത്തെ പറയുന്നത്. അവരെ പിൻപറ്റി വന്നവരാ. എന്നാൽ ഇവരുടെ എണ്ണം കുറവാ. സുന്നി വിഭാഗമാണ്. സുന്നിയിൽ 2-3 സംഘടനകളുണ്ടെങ്കിലും സുന്നി എന്ന് പറയുന്നത് റസൂലിനെ പിൻപറ്റുന്നവർ എന്ന നിലയിലാണ് ആ വിഭാഗത്തെ കണക്കാക്കുന്നത്. ആ ആശയത്തിന്റെ ഘടകവിരുദ്ധമായ ആശയം കൈക്കൊള്ളുന്നവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ. ആ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂട്ടുകെട്ടുണ്ടാക്കാൻ പോകുന്നു. കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ടുണ്ടാക്കാൻ പോകുന്നു. മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷ ആളുകൾ അംഗീകരിക്കുമോ കേരളത്തിൽ? അതിനെന്താ ചെയ്ത്? ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമിയത്ത് ഉലമക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. വെറുതെയാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? CIC എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമുണ്ട്. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു വലിയ സമുച്ചയം. അവിടെ നേതൃത്വം കൊടുക്കുന്ന ഒരു സുന്നി പണ്ഡിതൻ സലഫി ആശയങ്ങൾ ഉള്ളിലൂടെ കടത്താൻ ശ്രമിക്കുന്നു എന്നാണ് സമസ്ത മുഷാവറയുടെ അഭിപ്രായം. സലഫി ആശയങ്ങൾ സുന്നി വിഭാഗങ്ങൾ അംഗീകരിക്കാത്തതാ. സുന്നികളുടെ സ്ഥാപനത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ തർക്കം വരുമല്ലോ. അതിൻ്റെ പേരിൽ ബഹളമുണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറയെ, അതിൽ മഹാഭൂരിപക്ഷം തങ്ങളെ അനുകൂലിക്കുന്നവരാണ്. അവരെ ലീഗുകാർ മാറ്റി നിർത്തി
അവരധിക്ഷേപിക്കുന്നു, തെറി വിളിക്കുന്നു. രാഷ്ട്രീയ പ്രസംഗത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുന്നത് പോലെ ഇസ്ലാമിക പണ്ഡിതന്മാരെ ലീഗ് നേതാക്കന്മാർ തെരുവിൽ വെച്ച് വെല്ലുവിളിക്കുന്നു. എന്തിനായത്? ജമാഅത്തെ ഇസ്ലാമിയുമായി മുന്നണി ഉണ്ടാക്കാൻ ഇവർ എതിർക്കാൻ പാടില്ല, അവരെ പേടിപ്പിക്കുക. അതിനുവേണ്ടിയാണിത്. കേവല രാഷ്ട്രീയ താല്പര്യത്തിന് ഭരണം കിട്ടിയിട്ട് വേണം. എന്താ ലീഗ് ഭരണം കിട്ടിയാൽ ചെയ്യാൻ നിങ്ങൾക്കറിയില്ലേ? മനുഷ്യരുടെ ജീവിത പ്രശ്നവുമായി ലീഗിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ഈ മീറ്റിംഗ് കൂടുന്ന സ്ഥലം താനൂർ ബീച്ചിനടുത്തുള്ള സ്ഥലമാണ്. കുറെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാവുമല്ലോ ഇവിടെ. ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകർക്കുന്ന നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നില്ലേ? മണ്ണെണ്ണയുടെ വില വർദ്ധിപ്പിക്കുന്നു. വില കൂടിയ മണ്ണെണ്ണയും ഡീസൽ ഉപയോഗിച്ച് എഞ്ചിനുകൾ ഘടിപ്പിച്ച ബോട്ടുകളിൽ അവർ കടലിൽ മത്സ്യബന്ധനത്തിന് പോയാൽ എങ്ങനെയായിട്ടും മുതലാവുന്നില്ല. അതൊരു ജീവിത പ്രശ്നമല്ലേ? ഇസ്ലാം ആയാലും ഹിന്ദു ആയാലും ക്രൈസ്തവനായാലും അവരുടെ ജീവിത പ്രശ്നമല്ലേ? ഒരു ദിവസം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മണ്ണെണ്ണയുടെ വില വർധനവിനെതിരെ കേന്ദ്ര ഗവൺമെന്റിനെ ഒരു സമരം നടത്തുമോ? അവരുടെ കൂടെ നിൽക്കുന്ന ലീഗുകാരും മനുഷ്യരല്ലേ, അവർക്ക് ജീവിക്കണ്ടേ? എന്തെല്ലാം ജീവിത പ്രശ്നങ്ങളുണ്ട് നാട്ടിൽ. ഇവരാരെങ്കിലും ഉണ്ടോ? തൊഴിലില്ലായ്മയ്ക്കെതിരായി സമരമുണ്ടോ? എങ്ങനെങ്കിലും അധികാരത്തിൽ വരണം. അതിന് ഈ തീവ്രവാദികളെ കൂട്ടുപിടിച്ചാലും കൊള്ളാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്ത്യ രാജ്യം മുഴുവൻ RSSന്റെ വർഗീയത ആളിക്കത്തിച്ച് രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം തകർത്ത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള നീക്കവുമായി പോവുക. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു പരിധി വരെ അതിനെ തടയാൻ കഴിഞ്ഞു. BJPക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടി. 240 273 സീറ്റ് വേണം ഒറ്റക്ക് ഭൂരിപക്ഷമാവാൻ. ബാക്കി മുന്നണി കക്ഷികളുടെ സീറ്റ് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. അതിൽ പ്രധാനികൾ തെലുങ്ക് ദേശം, യുണൈറ്റഡ് ജനതാദൾ എന്ന് പറയുന്ന 2 പാർട്ടികൾ. അവരുടെ എണ്ണം കിട്ടിയാൽ ഭൂരിപക്ഷമായി. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഇപ്പൊ ചെറിയൊരാശ്വാസം. ആശ്വാസം എത്ര കാലം നിൽക്കും? മഹാരാഷ്ട്രയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടായ ഒരു സംസ്ഥാനം. അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തോറ്റു തൊപ്പിയിട്ടില്ലേ? 111 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 10 തികഞ്ഞില്ല. ഈ കോൺഗ്രസിന് BJPയെ നേരിടാൻ കഴിയും? ഹരിയാന എന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പകുതി സീറ്റുകൾ കിട്ടിയതാ. BJP ജയിച്ചില്ലേ? കോൺഗ്രസിന്റെ മികവ് കൊണ്ടല്ല BJP പുറകോട്ട് പോയത്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി, പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടി, മഹാരാഷ്ട്രയിൽ NCP ശിവസേന സഖ്യം, തമിഴ്നാട്ടിൽ DMK, കർണാടകത്തിലും തെലങ്കാനയിലും മാത്രമാണ് കോൺഗ്രസ് ഉണ്ടായത്. കേരളത്തിൽ കോൺഗ്രസിന്റെ കെൽപ്പുകൊണ്ട് കിട്ടിയതാ? UDF ആയതുകൊണ്ട് കിട്ടിയതല്ലേ? അതുകൊണ്ട് ഈ കോൺഗ്രസിനെ വിശ്വസിച്ച് പോകാൻ കഴിയില്ല. അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ആ സംവിധാനത്തിന്റെ ഒരു പ്രസക്തി. ആ മുന്നണിയും അതിന്റെ രാഷ്ട്രീയവുമാണ് ഈ കേരളത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ നമുക്ക് തണലൊരുക്കുന്നത്. ഒരു നിമിഷം പോലും അത് മറന്നുപോകരുത്. SDPI ജനങ്ങളുടെ ഏതെങ്കിലും വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDFനെ തോൽപ്പിക്കാൻ വേണ്ടി മുസ്ലിം വീടുകൾ മുഴുവൻ കയറി ഇറങ്ങിയായിരുന്നു. ഓവർ ടൈം ജോലി എടുക്കുകയായിരുന്നു SDPIയും ജമാഅത്തെ ഇസ്ലാമിയും. എന്നിട്ട് അവിടെ 2ാം സ്ഥാനത്ത് BJPയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് UDF ജയിച്ചത്. LDFന് 3ാം സ്ഥാനത്താണ്. നിങ്ങൾ ആരെങ്കിലും UDFകാർ LDFനോട് താല്പര്യം കാണിച്ച് അവർക്ക് കുറച്ച് വോട്ട് മാറ്റി കുത്തിയാൽ BJP ജയിച്ചു കളയും. ഇതാ പറഞ്ഞ് പേടിപ്പിച്ചത്. അങ്ങനെയാണ് അവിടെ ജയിച്ചത്. ആ വിജയം ആഘോഷിക്കാൻ SDPI ആദ്യം കൊടിയുമായി പ്രകടനമായി വന്നത് SDPI. അവിടുത്തെ വിജയ ആഹ്ലാദിക്കാൻ CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആ ജാഥ നടത്തിയത്. എന്ത് രാഷ്ട്രീയമാണിത്? അവരെ വെച്ചുകൊണ്ടാണോ RSS ഉയർത്തുന്ന വെല്ലുവിളിയെ ഇന്ത്യ രാജ്യത്ത് നേരിടാൻ പോകുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ദേശീയ പാർട്ടിയല്ലേ? അവർക്ക് ആ കാഴ്ചപ്പാടുണ്ടോ? അതാണ് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി കേരളം പാകിസ്ഥാനായി എന്നൊക്കെ ആക്ഷേപിക്കാനിടയായത്. RSS ഒരു കാരണം കിട്ടാൻ കാത്തു കിടക്കുക, നമ്മൾ അധിക്ഷേപിക്കാൻ, നമുക്കെതിരായി ആരോപണം ഉന്നയിക്കാൻ. അപ്പൊ വളരെ കരുതലോടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം അധികാരത്തിനു വേണ്ടി മതനിരപേക്ഷത തകർന്നാലും തർക്കടില്ല. BJPയുടെ സഹായം കിട്ടിയാലും തർക്കടില്ല. ആരുമായും കൂട്ടുകൂടുക എന്നുള്ളതാണ് അവരുടെ നിലപാട്. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് പട്ടാളം ചെന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ ഈ നാട്ടിലൊക്കെ ഒരു പോസ്റ്റർ എഴുതി വെച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യൻ ചെങ്കരടി കടന്ന് പുറത്തു പോവുക, അതായിരുന്നു പോസ്റ്റർ. എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും ഉണ്ടായിരുന്നു. മുസ്ലിം രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. പലസ്തീനിൽ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ 100 കണക്കിന് മുസ്ലിങ്ങളെ ദിവസേന കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കക്കെതിരായ ഒരു പോസ്റ്റർ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഈ തൂണിലോട് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്.
ഇറാഖിൽ ആക്രമിച്ചപ്പോൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സൃഷ്ടികളാണ് ഇവർ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. അവരുമായി ചേർന്നാണ് ലീഗ്, കോൺഗ്രസ് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയം മനസ്സിലാക്കാനും ഇതിനെ നേരിടാനും ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം.